ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ്. അതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ. എന്താണത്? 4 ഓപ്പറേഷൻസ് ടുഗദർ. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എല്ലാ ഓപ്പറേഷൻസും കൂടെ നമ്മളിനി ഒരുമിച്ച് പെർഫോം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് എന്ത്? ഡി മാസ് റൂൾ. എന്താണ്? ഡി മാസ് റൂൾ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബുക്കിൽ അത് എഴുതുക. ഡി മാസ് റൂൾ. ഡി ഫോർ ഡിവിഷൻ, M for multiplication, A for addition and S for subtraction. എഴുതിയോ? D mass rule. D for division, M for multiplication, A for addition and S for subtraction. മക്കൾ എഴുതിയോ? It is the festive season again. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഫെസ്റ്റീവ് സീസൺ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. Miss Kohli decides to make gift hampers of biscuits for the employees. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ഫാക്ടറിയുടെ ഒരു സെയിൽസ് ആണ് ഈ ചാപ്റ്ററിൽ മുഴുവൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫെസ്റ്റീവ് സീസൺ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? ഈ മാനേജർ മിസ് കോഹ്ലി എന്ത് ചെയ്തു? എംപ്ലോയീസിന് ബിസ്ക്കറ്റ്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ തീരുമാനിച്ചു. She asked the packaging team to make gift hampers in such a way that each hamper has 2 kinds of biscuits. ഓരോന്നിലും 2 ടൈപ്പിലുള്ള ബിസ്ക്കറ്റ് വെച്ചിട്ട് ഓരോ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. The gift hamper have 5 packets of coconut biscuits with 12 biscuits in each packet. എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? 5 പാക്കറ്റ് കോക്കനട്ട് ബിസ്ക്കറ്റ് അതുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 12. It also has 6 packets of cream-filled biscuits with 8 biscuits in each packet. അതായത് എന്താ പറഞ്ഞിരുന്നത്? അതിനകത്ത് ഇറ്റ് ഓൾസോ ഹാസ്, അതേപോലെ ഈ 5 പാക്കറ്റ് കോക്കനട്ട് ബിസ്ക്കറ്റ് കൂടാതെ 5 പാക്കറ്റ് ക്രീം ഫിൽഡ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഈ ക്രീം ഫിൽഡ് ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 8 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 5 പാക്കറ്റ് കോക്കനട്ട് ബിസ്ക്കറ്റ് വെച്ചു. അതിനകത്ത് ഒരു പാക്കറ്റിൽ 12 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 6 പാക്കറ്റ് ക്രീം ഫിൽഡ് ബിസ്ക്കറ്റ് വെച്ചു. ക്രീം ഫിൽഡ് ബിസ്ക്കറ്റ് ഒരെണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 8 ബിസ്ക്കറ്റ് വീതം ഉണ്ടായിരുന്നു. ഓക്കെ, ഹൗ മെനി ബിസ്ക്കറ്റ്സ് ആർ ദർ ഇൻ 1 ഗിഫ്റ്റ് ഹാമ്പർ? അങ്ങനെയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ടാകും? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്കറിയാം കോക്കനട്ട് ബിസ്ക്കറ്റ്സ് എത്ര പാക്കറ്റ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഒരു പാക്കറ്റിൽ 12 എണ്ണം. അപ്പോൾ കോക്കനട്ട് ബിസ്ക്കറ്റ്സിൻ്റെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 5 × 12 അല്ലേ? 5 × 12. പിന്നെ എന്താ ഉള്ളത്? 6 പാക്കറ്റ്സ് ഓഫ് ക്രീം ഫിൽഡ് ബിസ്ക്കറ്റ്സ്. ക്രീം ഫിൽഡ് ബിസ്ക്കറ്റ് എത്ര എണ്ണം ഉണ്ട്? 6 പാക്കറ്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? 8 എണ്ണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 6 × 8. ഇപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ 5 × 12 പ്ലസ് 6 × 8. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ കോഹ്ലിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് കോഹ്ലി ഇമാജിൻ ചെയ്യുന്നത് മക്കൾ കാണുന്നുണ്ടോ? ബട്ട് ഐ എം കൺഫ്യൂസ്ഡ്. ഇസ് ഇറ്റ് 108 or 528 or 720? ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഇഫ് എ പ്രോബ്ലം ഹാസ് മോർ ദാൻ 1 ഓപ്പറേഷൻ ഓർ all the 4 operations, that is addition, subtraction, multiplication and division, we solve it by using D mass rule. അതായത് ഒരു പ്രോബ്ലത്തിൽ, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ മോർ ദാൻ 1 ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ, വെദർ ഇറ്റ് ഈസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, എന്തായാലും എന്താണ്? മോർ ദാൻ 1 ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്? ഡി മാസ് റൂൾ. എന്താണ്? ഡി മാസ് റൂൾ. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പറേഷൻ്റെ രീതി എന്നുള്ളതാണ് ഇതിൻ്റെ താഴെ ഈ ബ്ലൂ കളറിൽ ബ്ലൂ ഒരു ചെറിയൊരു ഗ്രേ കളർ പോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മക്കൾ കാണുന്നുണ്ടോ? ഇപ്പം മിസ് റെഡിങ്കിൽ വരയ്ക്കുന്നത് അതാണ് ഇത് ഫോളോ ചെയ്യേണ്ട മെത്തേഡിൻ്റെ പേര്. അതായത് ആദ്യം എന്തായിരിക്കണം? ബിഗിൻ ബൈ സോൾവിങ് ദ ഡിവിഷൻ ഓപ്പറേറ്റർ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞ് അഡീഷൻ ആൻഡ് ഫൈനലി സബ്ട്രാക്ഷൻ. എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് വൺ ഡിവിഷൻ ആയിരിക്കണം, സെക്കൻഡ് വൺ മൾട്ടിപ്ലിക്കേഷൻ, തേർഡ് വൺ അഡീഷൻ, ഫോർത്ത് വൺ സബ്ട്രാക്ഷൻ. ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? ഡിവിഷൻ ചെയ്യാൻ നമ്മളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ ഉണ്ടെങ്കിൽ അഡീഷൻ ചെയ്യണം, അതിനുശേഷം സബ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ സബ്ട്രാക്ഷനും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ കണ്ട പ്രോബ്ലം നമ്മുടെ ഡി മാസ് റൂൾ വെച്ച് ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ നമുക്കുള്ളത് നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട്. അപ്പം നമ്മൾ ഏത് ഓപ്പറേഷനാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്തു? 5 × 12 പ്ലസ് 6 × 8. 5 × 12 എന്താണ്? 60 പ്ലസ് 6 × 8. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 6 × 8 എത്രയാണ്? 60 പ്ലസ് 48. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് വന്നു? 108 അല്ലേ? 108. മക്കൾക്ക് ഇത് മനസ്സിലായോ? ഈസ് ഇറ്റ് ക്ലിയർ? എന്താണ് ഡി മാസ് റൂൾ എന്ന് മക്കൾക്ക് മനസ്സിലായോ? യെസ് ഓർ നോ? പറഞ്ഞോളൂ. Yes, miss. Yes, miss. ഓക്കെ Yes, miss. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കാണ്. 30 × 14 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 2 മൈനസ് 5. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്? 30 × 14 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 2 മൈനസ് 5. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം? ഡിവിഷൻ അല്ലേ? ഡിവിഷൻ അല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത്? ആ ഡിവിഷൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ 14 ഡിവൈഡഡ് ബൈ 7 ആണ് കൊടുത്തിരിക്കുന്നത്. 14 ഡിവൈഡഡ് ബൈ 7. 14 ഡിവൈഡഡ് ബൈ 7 എത്രയാണ്? 2. അപ്പോൾ എന്ത് ചെയ്തു? 30 × 2 എന്ന് എഴുതി. ഈ 14 ഡിവൈഡഡ് ബൈ 7ന് പകരം 30 × 2 എന്ന് എഴുതി. കാരണം ഡിവിഷൻ നമുക്ക് ആദ്യം പെർഫോം ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? 30 × 2 പ്ലസ് 2 മൈനസ് 5 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നെക്സ്റ്റ് പെർഫോം ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻ ഏതാണ്? ഡി മാസ്. അപ്പോൾ ഡിവിഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എന്ത് ചെയ്യണം? 30 × 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 30 × 2ന്റെ ആൻസർ എഴുതിയത് 60. ഇനി എന്താ ചെയ്യേണ്ടത്? പ്ലസ് 2 മൈനസ് 5 അത് അതിൻ്റെ കൂടെ എടുത്തെഴുതി. പ്ലസ് 2 മൈനസ് 5. ഓക്കെ, അപ്പോൾ 60 പ്ലസ് 2 എത്രയാണ്? 62. ഇനിയല്ലേ നമുക്ക് സബ്ട്രാക്ഷൻ ഏറ്റവും ലാസ്റ്റ് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ ആണ് എന്ത്? സബ്ട്രാക്ഷൻ. അപ്പോൾ 62 മൈനസ് 5 ആൻസർ എന്ത് വന്നു? 57. ഈസ് ദിസ് ക്ലിയർ? മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മളുടെ ഈ ചാപ്റ്ററിൽ ഇതിനെ ബേസ് ചെയ്ത് ഈ ഡി മാസ് റൂൾ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. മക്കൾക്ക് ഇതിനകത്ത് സംശയമുണ്ടോ? ഓക്കെ, ഡി മാസ് റൂളിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. Please watch it carefully and we will discuss the more activities. In this module, you will learn to solve mathematical statements using the DMAS rule. Meet Sanjana and her sister Ananya. One day Sanjana had brought home some chocolates. Let us see how will they share the chocolates. Hey Ananya, look! I bought 12 packs of chocolates. Each pack has 10 chocolates. Will you share a few chocolates with me, please? Sure, let us share them equally. Wow, that's great. But what about your friends? You were planning to give them a few chocolates, right? Yeah, I'll buy 10 more chocolates and will give 5 of them to my friends. That's nice. But after giving them 5 chocolates, how many chocolates will you be left with? Wait, let me calculate. Oh, I'm really confused. Let us write it down. But how are you going to solve it? Twelve multiplied by 10 is 120. 120 divided by 2 gives us 60.
Then, by adding 10 to 60, we get 70. Now, subtracting 5 from 70, we get 65. Am I right? But what if we solve it this way? 10 divided by 2 is equal to 5. 5 plus 10 is equal to 15. 15 minus 5 is equal to 10. Now, multiplying 10 by 12, we get 120. Am I right? Oh, this is very confusing. Let's ask Mom. Yes, let's do that. Mom, can you please help us solve this? Sure. This is a mathematical statement and it has all the 4 operations: addition, subtraction, multiplication, and division. A statement involving all the 4 operations cannot always be solved from left to right. Oh, okay. A particular order needs to be followed. We need to begin by solving the division operation and then move to multiplication, addition, and finally subtraction. We simply call this the DMAS rule. After all the operations are solved in the right order, you will get the answer. The order cannot be changed to simplify the statement. Now we got it, Mom. Then, let us solve this statement using the DMAS rule. We will start by solving the division operation. So 10 divided by 2 is 5. Now the statement is 12 multiplied by 5 plus 10 minus 5. The next operation is multiplication. Am I right, Mama? Exactly. So we must multiply 12 by 5. This gives us 60. Now, we will solve the addition operation. Right. So the sum of 60 and 10 is 70. The last operation is subtraction. Yes, on subtracting 5 from 70, we get 65. Great. So I will be left with 65 chocolates after sharing them with Ananya and my friends. Mom, the DMAS rule is very easy to remember and very useful too. Right. I'll now give you another statement. Try solving it. 36 divided by 3 plus 4 multiplied by 3 minus 4. Can you solve this, Ananya? Sure, Mom. We will first solve the division operation. Dividing 36 by 3, we get 12. Next, we will solve the multiplication operation. 4 multiplied by 3 is 12. Now, we will solve the addition operation. The sum of 12 and 12 is 24. So, the statement now becomes 24 minus 4. The last operation is subtraction. The difference between 24 and 4 is 20. The final answer is 20. Am I right, Mom? Yes, absolutely. Thus, Sanjana and Ananya understood how to solve mathematical statements using DMAS rule. ഓക്കെ, അപ്പോൾ നമ്മൾ DMAS റൂൾ എന്താണെന്ന് കണ്ടു, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾ
മാക്സിമം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും. പക്ഷെ ആദ്യമേ പറഞ്ഞു ഈ ചാപ്റ്റർ നല്ല സിമ്പിൾ ആണെന്നൊക്കെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിഞ്ഞാൽ മതി? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അറിഞ്ഞാൽ മതി. അതിനുശേഷം നമ്മൾ ഡിമാസ് റൂൾ എന്ന് പറഞ്ഞു. ഡിമാസ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓപ്പറേഷൻ ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ 4 സ്റ്റെപ്സ് ഈ ഓർഡറിൽ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ള ഓർഡറിൽ പെർഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിമാസ് റൂൾ. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് പഠിക്കണം.